വാഷിംഗ്ടണിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും പശ്ചിമേഷ്യൻ കടലിൽ നടക്കുന്ന സൈനിക നീക്കങ്ങളും പരസ്പരം വിരുദ്ധമായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയുടെ യഥാർത്ഥ ഇറാൻ നയം എന്താണെന്ന കാര്യത്തിൽ വലിയ നിഗൂഢത തുടരുകയാണ്. ഇറാന് നേരെ വഴക്കത്തിന്റെ സ്വരം പുറത്തെടുക്കുകയും പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാമെന്ന സൂചന നൽകുകയും ചെയ്ത തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെയാണ് യുഎസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് മേഖലയിൽ കടുത്ത സൈനിക സാന്നിധ്യം ഉറപ്പിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും പരസ്യമാക്കിയത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളുടെയും വിട്ടുവീഴ്ചകളുടെയും സൂചനകൾ നൽകുകയും മറുദിശയിൽ ഇറാനിയൻ തുറമുഖങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കടുത്ത നാവിക ഉപരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഇരട്ട നിലപാടാണ് ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴിവെച്ചത്. ഞായറാഴ്ച വൈകുന്നേരം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തികച്ചും മയപ്പെടുത്തിയ ഭാഷയിലാണ് ഇറാൻ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇറാനുമേൽ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് അമേരിക്ക തുനിയുന്നില്ലെന്നും പകരം വളരെ ലോ കീ അല്ലെങ്കിൽ മിതമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുമായിരുന്നു ട്രംപിന്റെ പരാമർശം. മുൻപ് ഉന്നയിച്ചിരുന്ന കടുത്ത ആണവ നയ ആവശ്യങ്ങൾ താൽക്കാലികമായി മാറ്റിവെക്കാൻ തയ്യാറാണെന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയ അദ്ദേഹം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിച്ചാൽ തർക്കങ്ങളിൽ വലിയൊരു പങ്കും അവസാനിക്കുമെന്ന നിലപാടിലേക്ക് മാറി. ഇറാൻ നേരിടുന്ന അതിരൂക്ഷമായ പണപ്പെരുപ്പവും സാമ്പത്തിക ഞെരുക്കവും തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ അവരുമായി അരപ്പടിയുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ ഈ മൃദു സമീപനം പുറത്തു വന്ന മണിക്കൂറുകൾക്കകം യുഎസ് സെൻട്രൽ കമാൻഡ് അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ തികച്ചും വിപരീതമായ ചിത്രമാണ് നൽകുന്നത്. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ അമേരിക്കയുടെ 20-ലധികം അത്യാധുനിക യുദ്ധക്കപ്പലുകൾ കവചം തീർത്തു നിൽക്കുകയാണെന്ന് സൈന്യം പ്രഖ്യാപിച്ചു. അമേരിക്കൻ നാവികസേനയുടെ USS റോസ് എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലിലെ സൈനികർ ദൌത്യത്തിൽ മുഴുകിയിരിക്കുന്ന ചിത്രങ്ങളും സൈന്യം പങ്കുവച്ചു. കൂടാതെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ FI-18E സൂപ്പർ ഹോർണറ്റ് പോർ വിമാനങ്ങൾ ദൌത്യസജ്ജമായി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളും സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനുമേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നാവിക ഉപരോധം കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ഈ 20 യുദ്ധക്കപ്പലുകളുടെയും പ്രധാന ദൌത്യം. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എണ്ണയും മറ്റ് ആവശ്യ വസ്തുക്കളുമായി വരുന്ന കപ്പലുകൾ തടയുക, ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുകളുമായി പുറപ്പെടുന്ന കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കാതിരിക്കുക എന്നിവയാണ് ഈ ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഉപരോധം കർശനമാക്കിയ ഓഗസ്റ്റ് മാസം മുതൽ ഇതുവരെ ഇറാനിലേക്ക് നീങ്ങിയ 55 വാണിജ്യ കപ്പലുകളുടെ പാത US സേന ബലമായി വഴിതിരിച്ചുവിട്ടു. 2 എണ്ണം പ്രവർത്തനരഹിതമാക്കുകയും 2 എണ്ണത്തിൽ നേരിട്ട് കയറി പരിശോധന നടത്തുകയും ചെയ്തു. അതേസമയം മാനുഷിക പരിഗണന മുൻനിർത്തി ഭക്ഷ്യ മരുന്ന് സാമഗ്രികളുമായി വന്ന 30-ലധികം കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുമതി നൽകുന്നതായും US സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായി തളർത്തുക എന്ന തന്ത്രമാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പയറ്റുന്നത്. പൂർണ്ണ തോതിലുള്ള വ്യോമാക്രമണ കരയുദ്ധമോ ആഗോള എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ഉപദേശകർ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ നാവിക ഉപരോധത്തിലൂടെ ഇറാന്റെ എണ്ണ കയറ്റുമതിയും വിദേശ വ്യാപാരവും പൂർണ്ണമായി പൂട്ടിക്കെട്ടുക വഴി രാജ്യത്തിനെ ആഭ്യന്തരമായി അസ്ഥിരപ്പെടുത്താനാണ് വാഷിംഗ്ടണിന്റെ നീക്കം. എന്നാൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക ആയുധങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയാൻ ടെഹ്റാൻ തയ്യാറായിട്ടില്ല. ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കാതെ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇത് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ ഇറാന് കൂടുതൽ നിയന്ത്രണാധികാരം നൽകുന്ന വിധത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തിന്റെയും ചർച്ചകളുടെയും മയപ്പെടുത്തിയ ഭാഷ വിദേശ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുകയും മറുവശത്ത് 20 യുദ്ധക്കപ്പലുകളെ വിന്യസിച്ച് ഇറാന്റെ കടൽപാതകൾ അടച്ചിടുകയും ചെയ്യുന്ന വൈറ്റ് ഹൌസിന്റെ നടപടി രാഷ്ട്രീയ വൃത്തങ്ങളിൽ കടുത്ത ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ മേൽക്കൈ നേടാൻ ട്രംപ് പയറ്റുന്ന തന്ത്രപരമായ സമ്മർദ്ദ തന്ത്രമാണോ ഇത്, അതോ സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവാണോ എന്ന ചോദ്യമാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.